ഹൈ സ്റ്റുഡൻസ്, നമ്മൾ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പീരിയോഡിക് ടേബിളിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, സെമി മെറ്റലോയിഡ്സ് ഉണ്ട്, മെറ്റലോയിഡ്സ് അല്ലേ, പലതുമുണ്ട്. അതൊക്കെ നിങ്ങൾ ഭാവിയിൽ പഠിക്കും, ഫ്യൂച്ചറിൽ പഠിക്കും. ഇപ്പം മെറ്റൽസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണ്? ഒരു മെറ്റൽ ഞാൻ പറയാം, അയൺ ഒരു മെറ്റലാണല്ലേ. ഒരു നോൺ മെറ്റൽ ഞാൻ പറയാം, കാർബൺ, കാർബൺ. അയേണും കാർബണും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലേ. അയൺ എന്ന് പറയുന്നത് ഹാർഡാണ്. യെസ്, കാർബൺ ഹാർഡാണ്, ഒരു ഞെക്കൊക്കെ പൊടിഞ്ഞു പോകൂലേ. അപ്പം കാർബൺ ഹാർഡല്ല. അയണിൽ ഒന്ന് തട്ടിയാ ടിങ് ടിങ് സൗണ്ട് കേൾക്കൂലേ. കാർബണിൽ തട്ടിയ സൗണ്ട് കേൾക്കൂ? ഇല്ല. ഒരു അയണിൻ്റെ കമ്പി എടുത്തിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഹീറ്റ് ചെയ്തേ. ഒരു അയണിൻ്റെ റോഡ് എടുത്തിട്ട് ഹീറ്റ് ചെയ്തേ. നമ്മൾ കൈ പിടിച്ചിട്ട് ഹീറ്റ് ചെയ്യണേ. അപ്പോൾ കയ്യിലേക്കിട്ട് ചൂട് വരുന്നത് കാണാം. അപ്പോൾ എന്താണ്, ഹീറ്റ് കണ്ടക്ട് ചെയ്യും. കാർബൺ ഹീറ്റ് കണ്ടക്ട് ചെയ്യില്ല. ഇനി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അല്ലേ. ഇലക്ട്രിസിറ്റി കടന്നു പോവും. വുഡാണെങ്കിലോ, വുഡിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോയില്ല. അപ്പം മെറ്റൽസിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകും. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും, ഹീറ്റിനെ പാസ് ചെയ്യും. ഇനി കാർബൺ എടുത്തിട്ടൊരു അടി അടിച്ച് എല്ലാം പൊടിഞ്ഞു പോവില്ലേ. ഇരുമ്പ് എടുത്തിട്ട് ഒരു ഹാമർ കൂടെ അങ്ങ് അടിച്ച് പരന്ന് വരും. അതിന് ഷീറ്റാക്കാം അല്ലേ. സ്വർണ്ണപ്പണിക്കാരെ കണ്ടിട്ടില്ലേ? ഈ മോതിരം, ഈ പ്രത്യേകിച്ച് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ നൂല് പോലെ സ്വർണത്തെ നൂലാക്കും, ത്രെഡാക്കും അല്ലേ. അപ്പം ഈ മെറ്റലിനെ അടിച്ച് പരത്താം. അതിനാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാം, അതായത് ത്രെഡ് പോലെയാക്കാം. തിന്നായിട്ടുള്ള ത്രെഡാക്കാം, തിന്നായിട്ടുള്ള ഷീറ്റാക്കാം. ഇതെല്ലാം മെറ്റൽസിൻ്റെ പെക്യുലാരിറ്റിയാണ് അല്ലേ. നോൺ മെറ്റലിന് ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അത് ശരിയല്ലേ. അപ്പം മെറ്റൽസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സർഫസ് എന്താണ്? സർഫസ് ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടല്ലേ. ഷൈനിങ് ആണല്ലേ, ഷൈനിങ് സർഫസാണ്. സർഫസ് ഷൈനിങ് ആണ്. സൊണോരിറ്റി ഉണ്ടല്ലേ, സൊണോരിറ്റി. മുട്ടിയ ഠിങ് ശബ്ദം കേൾക്കും, അതാണ് സൊണോരിറ്റി. ഹാർഡ്നെസ് എന്താണ്? ഹാർഡാണ്, വളരെ ഹാർഡായിട്ടുള്ളതാണ്. ഹാർഡാണ് മെറ്റൽസ്. മാലിയബിൾ ആണല്ലേ. എന്താണ് മാലിയബിൾ? മാലിയബിൾ എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ് ആക്കാം. ഇറ്റ് ക്യാൻ ബി മേക്ക് ഇൻ ടു തിൻ ഷീറ്റ്സ്. ദാറ്റ് ഈസ് മാലിയബിൾ. ഡക്റ്റൈലാണ്. ഡക്റ്റൈൽ ആകുമ്പോൾ എന്താണ് ഡക്റ്റൈൽ? ഫൈബർ പോലെ ആക്കാം അല്ലേ. ഡക്റ്റിലിറ്റി ഉണ്ട്. ഇറ്റ് ഹാസ് ഡക്റ്റിലിറ്റി മീൻസ് ത്രെഡാക്കാം. ഇതിന് തിന്നായിട്ടുള്ള ത്രെഡാക്കാം. ദാറ്റ് ഈസ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി, ഹാർഡ്നെസ്, സൊണോരിറ്റി, ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടല്ലേ. നല്ല ഷൈനിങ് ആയിരിക്കും ഇതിന്. ലെസ്ചർ എന്ന് പറയും, മെറ്റാലിക് ലെസ്ചർ. വാട്ട് ഈസ് ലെസ്ചർ? തിളക്കം അല്ലേ. ഇപ്പോൾ ഒരു ഇരുമ്പൊക്കെ എടുത്ത് ഈ വീടൊക്കെ പണിയാൻ നേരത്ത് ഇരുമ്പൊക്കെ മുറിക്കുന്നിടത്ത് പോയി നിൽക്കുക. അപ്പം മുറിച്ചെടുത്ത് നല്ല നിറമായിരിക്കും, നല്ല തിളക്കമായിരിക്കും അല്ലേ. അതാണ് മെറ്റാലിക് ലെസ്ചർ എന്ന് പറയും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് തിളക്കം നഷ്ടപ്പെടും. അത് വാട്ടർ വേപ്പറും ഓക്സിജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡായി പോകുന്നതാണ് ലെസ്ചർ പോകുന്നത്. കോപ്പറൊക്കെ സർഫസിലൊരു നിറമുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ നല്ല ഷൈനിങ് ആയിരിക്കും. അതാണ് മെറ്റാലിക് ലെസ്ചർ ഉണ്ടല്ലേ. ഡക്റ്റൈലാണ്. അതിന് നൂല് പോലെയാക്കാം, അതിന് ഫൈബർ പോലെയാക്കാം, ത്രെഡാക്കാം. ഇലക്ട്രിക് കണ്ടക്റ്റൻസ് ഉണ്ടല്ലേ. ഇലക്ട്രിക് കണ്ടക്റ്റൻസ് ഉണ്ട്. യെസ്. സൊണോരിറ്റി ഉണ്ട്. സൊണോരിറ്റി മീൻസ് മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കൂലേ. ഇറ്റ് മേക്ക് സൗണ്ട്. അതിന് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ സൗണ്ട് കേൾക്കുക. അത് സൊണോരിറ്റി ഉണ്ട്. അതല്ലേ സ്കൂളിൽ ബെല്ലടിക്കാൻ എന്താണ് നമ്മുടെ അയണിൻ്റെ പറഞ്ഞാലേ കെട്ടിത്തൂക്കിയിട്ടൊക്കെ നല്ല സൗണ്ട് ആയതുകൊണ്ട്. യെസ്, സൊണോരിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ്
It is malleable, it is ductile, it has sonority, it conduct electricity, it conduct heat, conductive. It conduct heat. It is very hard. The surface is, it has metallic luster ഉണ്ട്. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് മെറ്റൽസ്. യെസ്, നമുക്ക് നോൺ മെറ്റൽസ് നോക്കാം. നോൺ മെറ്റൽസ് ഉണ്ട് അല്ലേ? കാർബൺ നോൺ മെറ്റലാണ്, സൾഫർ നോൺ മെറ്റലാണ്, അയോഡിൻ, കാർബൺ, സൾഫർ അല്ലേ? കാർബൺ, സൾഫർ, അയോഡിൻ. യെസ്, കാർബൺ, സൾഫർ, അയോഡിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ അല്ലേ? മെറ്റൽസിൻ്റെ വേറൊരു പെക്യുലാരിറ്റി നമ്മൾ പറഞ്ഞില്ല. എന്താണ് പ്രോപ്പർട്ടി? മെറ്റൽസ് എല്ലാം സോളിഡ്സ് ആണല്ലേ? സോളിഡാണ് മെറ്റല് സോളിഡാണ്. സോളിഡ് അല്ലാത്ത മെറ്റലുണ്ടോ? റൂം ടെമ്പറേച്ചറിൽ സോളിഡാണ്. റൂം ടെമ്പറേച്ചറിൽ സോളിഡ് അല്ലാത്ത മെറ്റലുണ്ടോ? മെർക്കുറി ലിക്വിഡായിട്ടിരിക്കുള്ളൂ അല്ലേ? മെർക്കുറി നമ്മുടെ തെർമോമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മെർക്കുറി അല്ലേ? അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എക്സെപ്റ്റ് മെർക്കുറി എക്സെപ്ഷൻ മെർക്കുറിക്കുള്ളൂ. മെർക്കുറി അല്ലാതെ ബാക്കി എല്ലാ മെറ്റൽസും എന്താണ്? സോളിഡാണ്. എന്നാൽ നോൺ മെറ്റൽസ് നോക്കൂ. നോൺ മെറ്റൽസ് എന്തുണ്ട്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോളിഡ് മാത്രമല്ല, അത് ഗ്യാസ് ഉണ്ട്. ഓക്സിജൻ ഗ്യാസ് അല്ലേ? ലിക്വിഡ് ഉണ്ട്, പിന്നെയോ ഗ്യാസ് ഉണ്ട്, സോളിഡ് ഉണ്ട്. ഇതെല്ലാം നോൺ മെറ്റൽസ്. അങ്ങനെ പലതും ഉണ്ട് അല്ലേ? അപ്പോൾ ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി എക്സിറ്റ് ആസ് സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. മെർക്കുറി ഒഴികെ എല്ലാ മെറ്റൽസും എന്താണ്? സോളിഡ്സ് ആണ് റൂം ടെമ്പറേച്ചറിൽ. മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പെട്ടെന്നൊന്നും മെൽറ്റ് ചെയ്യില്ല. നല്ല ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളവയുണ്ട്, പെട്ടെന്ന് മെൽറ്റ് ആവുന്നവയുണ്ട്. ഇതാണ് ഗാലിയം അല്ലേ? ഗാലിയം ആൻഡ് സീസിയം എന്ന് പറയും. ഗാലിയം, സീസിയം ഒക്കെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവയാണ്. അത് നമ്മുടെ കയ്യിൽ ചുമ്മാ, നമ്മുടെ പാമ്പിൽ വെറുതെ വെച്ചാൽ മതി. നമ്മുടെ കൈയുടെ പത്തിയിൽ വെറുതെ വെച്ചാൽ അത് ഉരുകിപ്പോവും. നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് ഉരുകിപ്പോവും ഗാലിയും സീസിയും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ മെറ്റൽസിന് മെൽറ്റിംഗ് പോയിന്റ് ഹയർ ആണ്. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് ലോവറുള്ള മെറ്റൽസാണ് ഗാലിയും സീസിയും. മെറ്റൽസ് റൂം ടെമ്പറേച്ചറിലെല്ലാം സോളിഡാണ്. പക്ഷെ മെർക്കുറി സോളിഡ് അല്ല, ലിക്വിഡാണ്. യെസ്. ഇനി ഒരു നോൺ മെറ്റലാണ് അയോഡിൻ. അയോഡിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. അയോഡിൻ ഈസ് നോൺ മെറ്റൽ. പക്ഷേ ഇറ്റ് ഹാസ് ലെക്ചറസ് ഉണ്ട്. അയോഡിൻ തിളങ്ങും. മെറ്റാലിക് ലെക്ചർ പോലത്തെ ലെക്ചറുണ്ട് അയോഡിന്. അപ്പോൾ എക്സംഷനാണ് ഇതൊക്കെ. ഇനി കാർബൺ നോൺ മെറ്റലാണ്. ഡിഫറെൻറ്റ് ഫോമിലുണ്ട്. കാർബൺ ഡിഫറെൻറ്റ് ഫോമിൽ കാണും. അതുകൊണ്ട് അലോട്രോപ്പ് എന്ന് പറയും. നമ്മുടെ പെൻസിലിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ മുനയില്ലേ, ഗ്രാഫൈറ്റ്, അത് കാർബണാണ്. എന്ത് സ്മൂത്താണ് അല്ലേ? സ്മൂത്താണ്, നല്ല ഗ്ലേസിങ് ഉണ്ട്. ഗ്രീസ് പോലെ വേണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ ഗ്രീസ് ഉപയോഗിക്കാറുണ്ട്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ഗ്രാഫൈറ്റ് ഹാർഡാണോ? അത്ര ഹാർഡൊന്നുമല്ല, സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. അത് കാർബണാണ്. നമ്മൾ ഡയമണ്ട് നോക്കുക, ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ് ഡയമണ്ട് അല്ലേ? ഡയമണ്ടും കാർബണാണ്. അപ്പോൾ കാർബണിൻ്റെ രണ്ട് ഫോം കണ്ടില്ല. ഒന്ന് ഡയമണ്ട്, ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഒന്ന് ഗ്രാഫൈറ്റ്, ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്. രണ്ടിടത്ത് കിടക്കുന്നു അല്ലേ? അപ്പോൾ കാർബണിൻ്റെ ഈ പല ഫോമിൽ കാർബൺ കാണിക്കുന്ന അല്ലോട്രോഫി എന്ന് പറയുന്നു. അല്ലോട്രോഫിക് ഫോംസ് എന്ന് പറയുന്നു അല്ലേ? അല്ലോട്രോഫിക് ഫോംസ് എന്ന് പറയുന്നു. അല്ലോട്രോപ്സ് ഉണ്ട്. കാർബൺ എക്സിബിറ്റ് അല്ലോട്രോപ്സ് ഉണ്ട്. ഡയമണ്ട് അല്ലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ഏറ്റവും ഹാർഡ് എന്താണ്? ഡയമണ്ടാണ്, വജ്രം അല്ലേ? ഡയമണ്ട് കൊണ്ടാണ് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് അല്ലേ? ഡയമണ്ട് കട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഡയമണ്ട് വേണം, അത് വേറെ കാര്യം. അത്ര ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്ത്? ഡയമണ്ട്. ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്.
ഇത് മെറ്റലല്ല, നോൺ മെറ്റലാണ് ഡയമണ്ട്, കാർബണാണത്. ഡയമണ്ട് മീൻസ് കാർബണാണത്. കാർബണിൻ്റെ ഒരു അലോട്രോഫാണ് ഡയമണ്ട്. അതിന് നോൺ മെറ്റലായിട്ട് കൂടി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റാണ് അല്ലേ? യെസ്. ഇപ്പം എക്സംഷൻസ് ആണ് പറയുന്നത്. ഈ മെറ്റൽസ് ഒക്കെ നല്ല ഹാർഡ് സബ്സ്റ്റൻസ് അല്ലേ? ബട്ട് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, ഇതൊക്കെയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഞാൻ ICSEയുടെ 9th ക്ലാസ് പഠിപ്പിച്ചു, ഓർക്കുണ്ടോ? അതിനകത്ത് ലിഥിയം എന്താണ് അല്ലേ, സോഡിയം എന്താണ്, പൊട്ടാസ്യം എന്താണ്, പൊട്ടാസ്യം K, സോഡിയം NA, ലിഥിയം Li. ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇതിൻ്റെയൊക്കെ ആ സിമ്പിൾസ് പറഞ്ഞിരുന്നു. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ആൽക്കലി മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇറ്റ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി, ലോ ഡെൻസിറ്റിയാണ്. ശരിക്കും മെറ്റൽസിന് ഹൈ ഡെൻസിറ്റിയാണ് വരുന്നത്, പക്ഷേ ലോ ഡെൻസിറ്റിയാണ് ആർക്ക്? ആൽക്കലി മെറ്റൽസ് ഓഫ് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. മെൽറ്റിംഗ് പോയിൻറ്റും ലോ ആണ്, കണ്ടോ? അപ്പോൾ എക്സംഷൻസ് കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി ഒന്നുകൂടി മെറ്റൽസും അതിൻ്റെ എക്സംഷൻസും പറയാം. മെറ്റൽസ് ആർ വെരി ഹാർഡ്, ബട്ട് ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം, ലിഥിയം, പൊട്ടാസ്യം ആർ സോഫ്റ്റ്. മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ബട്ട് പൊട്ടാസ്യം, ലിഥിയം like alkali metals have low melting point. Gallium and cesium have very low melting point. Gallium, cesium ഒക്കെ മെറ്റൽസ് ആണ്. അതിന് നമ്മുടെ കയ്യിലെ ടെമ്പറേച്ചർ, നമ്മുടെ പാമിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എക്സംഷനുമായി. ഇനി ഹാർഡ്നെസ് എന്ന് പറയുന്നത് വെരി ഹാർഡാണ്. ആര്? മെറ്റൽസ്. ബട്ട് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ സോഫ്റ്റ് മെറ്റൽസ് ആണ് അല്ലേ? ഇപ്പോൾ മെറ്റൽസ് ഹാർഡാണ്, എന്നാൽ ഹാർഡല്ലാത്ത മെറ്റൽസും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്. ഗാലിയം ആൻഡ് സീഷ്യം. മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആണ്, എന്നാൽ മെൽറ്റിംഗ് പോയിൻറ്റ് ലോ ഉള്ളതാണ് ഈ ഗാലിയവും സീസിയവും. ആൽക്കലി മെറ്റൽസായ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവ. മനസ്സിലായില്ലേ? ഈ മെറ്റൽസ് മെറ്റാലിക് ലെക്ചർ ഉണ്ട്. നോൺ മെറ്റലായിട്ടുള്ള അയഡിനും മെറ്റാലിക് ലെക്ചറുണ്ട്. മാലിയബിളാണ്, അതായത് ഷീറ്റാക്കാം, അടിച്ചു പരത്തി ഷീറ്റാക്കാം. ഡക്റ്റൈലാണ്, നൂല് പോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം അല്ലെ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സൊണോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മുട്ടിയ സൗണ്ട് കേൾക്കും. ഇതൊക്കെയാണ് എന്ത്? മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്. നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് വേണ്ടത് അല്ലേ? ഇനി മെറ്റൽസിൻ്റെ ഒരു കാര്യം ഞാൻ രണ്ടാമത് പറഞ്ഞില്ല, എന്താണ്? ഹാർഡാണെന്ന് പറഞ്ഞു. പക്ഷെ മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ മെറ്റൽസ് എന്താണ്? സോളിഡാണ്. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ളൊരു മെറ്റൽ ഉണ്ട്, അത് മെർക്കുറിയാണ്. അപ്പോൾ എക്സംഷൻസ് എല്ലാം പഠിച്ചോളണം. നോൺ മെറ്റൽസ് ആണ്. ഇപ്പോൾ കാർബൺ ഒരു നോൺ മെറ്റലാണ്. കാർബൺ അല്ലോട്രോഫിക് ഫോംസ് ഉണ്ടല്ലേ? കാർബൺ തന്നെയാണ് ഗ്രാഫൈറ്റ്, കാർബൺ തന്നെയാണ് നമ്മുടെ കരി, കാർബൺ തന്നെയാണ് നമ്മുടെ ഡയമണ്ട് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട്. ഈ ഡയമണ്ടിൻ്റെ സാധാരണ ഓർഡിനറി ബാക്കിയുള്ള നോൺ മെറ്റൽസൊക്കെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആകുമ്പോൾ ഡയമണ്ടിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. മെറ്റൽസ് വലിയ ഹാർഡൊന്നുമല്ല നോൺ മെറ്റൽ, പക്ഷേ ഡയമണ്ട് നോൺ മെറ്റൽ ആണെങ്കിലും ഭയങ്കര ഹാർഡാണ്. നേച്ചറിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇനി നോൺ മെറ്റൽസ് ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യേണ്ടതല്ല, പക്ഷേ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഗ്രാഫൈറ്റ് എന്താണ്? നോൺ മെറ്റൽ ആണെങ്കിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇനി ആൽക്കലി മെറ്റൽസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെറ്റലും നോൺ മെറ്റലും. അപ്പം മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പെക്യുലാരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി മെറ്റൽസ് ബേൺ ചെയ്ത് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് ആർ ബേൺ ഇൻ എയർ? മെറ്റൽസ് ബേൺ ചെയ്യുമ്പോൾ എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണല്ലേ? മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. എന്താണ്? മെറ്റൽ ഓക്സൈഡ് ആർ ഫോംഡ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ. കോപ്പർ ഓക്ടു ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? കോപ്പർ
കോപ്പർ ഓക്സൈഡ് ഉണ്ടായി. കോപ്പർ സെക്കൻഡ് ഓക്സൈഡ് എന്നാണ്. കോപ്പർ സെക്കൻഡ് ഓക്സൈഡ്. കോപ്പർ ഇതെന്താണ്? കോപ്പർ സെക്കൻഡ് ഓക്സൈഡാണ്. അലൂമിനിയം റിയാക്ട് ചെയ്താൽ ഓക്സിജനുമായിട്ട് അലൂമിനിയം 4 അലൂമിനിയം 3 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? അലൂമിനിയം ഓക്സൈഡ് ഉണ്ടായി. കണ്ടോ? അലൂമിനിയം ഓക്സൈഡ് ഉണ്ടായി. അപ്പം മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്സ്. കോപ്പർ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കോപ്പർ സെക്കൻഡ് ഓക്സൈഡ്. അലൂമിനിയം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. മഗ്നീഷ്യം റിയാക്ട്സ് ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. അല്ലേ? കോപ്പർ ഓക്സൈഡ് ഉണ്ടായില്ലേ? ഈ കോപ്പർ ഓക്സൈഡ് Al2S, ഈ കോപ്പർ ഓക്സൈഡ് ഇതിൻ്റെ ഓക്സൈഡിൻ്റെ ചില പ്രത്യേകത നോക്കിയോ, പ്രോപ്പർട്ടി നോക്കിയോ. കോപ്പർ ഓക്സൈഡ് HCl-യുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? അലൂമിനിയം ക്ലോറൈഡ് ഒരു സോൾട്ട് ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. അതുപോലെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ് ആണല്ലോ. അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് ആൽക്കലിയുമായിട്ട് അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? അപ്പോഴും ഒരു സോൾട്ട് ഉണ്ടാവും. സോഡിയം അലൂമിനേറ്റ്. എന്താണ്? സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ദിസ് ഈസ് ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. ആംഫോട്ടറിക് ഓക്സൈഡ്. അപ്പോൾ ഈ ഓക്സൈഡ് എന്താണ്? ആസിഡുമാണ്, ബേസുമാണ് അല്ലേ. ഈ ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. സോ ഇറ്റ് ഹാവ് ബേസിക് നേച്ചർ. ഈ ഓക്സൈഡ്, ഈ അലൂമിനിയം ഓക്സൈഡ് തന്നെ ബേസുമായിട്ട് റിയാക്ട് ചെയ്തു, ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്തു, ബേസുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ദിസ് ഈസ് അസിഡിക്. അപ്പോൾ അലൂമിനിയം ഓക്സൈഡ് ഈസ് ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ഓക്സൈഡ്. ദീസ് ഓക്സൈഡ് ഈസ് നോൺ ആസ് ആംഫോട്ടറിക് ഓക്സൈഡ്. ആംഫോട്ടറിക് ഓക്സൈഡ് അല്ലേ. സാധാരണ ഈ അലുമിനിയത്തിന് മാത്രമാണ് ഒരു എക്സംഷൻ ഉള്ളൂ. ബാക്കിയുള്ള മെറ്റൽസിൻ്റെ ഒക്കെ ഓക്സൈഡ് ബേസിക്കാണ്. മെറ്റലിൻ്റെ ഓക്സൈഡ് ശരിക്കും ബേസിക്കാണ്. മെറ്റൽ ഓക്സൈഡ് ബേസിക്കാണ്. അലുമിനിയം മാത്രം ബേസിക്കുമാണ്, പിന്നെയോ അസിഡിക്കുമാണ്. അതുകൊണ്ട് ആംഫോട്ടറിക് ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഇപ്പോൾ സോഡിയം ഓക്സൈഡ് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. H2O ലിക്വിഡിൽ ഇൻസൊല്യൂബിൾ ആണ്. എന്നിട്ടോ ആൽക്കലി ഉണ്ടാകുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ്, അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. പൊട്ടാസ്യം ഓക്സൈഡ് വാട്ടറിൽ ഇൻസൊല്യൂബിൾ അല്ല, സൊല്യൂബിൾ ആണ്. എന്നിട്ടോ പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു, അക്വസ് പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് ആൽക്കലിയാണ്. അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് dissolve in water to produce alkalis. മനസ്സിലായില്ലേ? ഓക്കെ.